ഭാരതത്തിലെ ആദ്യ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം-1ന്റെ വിക്ഷേപണം അല്പസമയത്തിനകം 12:05-നാണ് വിക്ഷേപണം നടക്കുക. 11:30 നടക്കേണ്ട വിക്ഷേപണമാണ് 12:05 മാറ്റിയത്. ന്യൂസ് ഡെസ്കിൽ ഐസൺ ജോസ് ഉണ്ട്. ഐസൺ, ഈ 11:30 വിക്ഷേപണം നടക്കുമെന്നാണല്ലോ നേരത്തെ വ്യക്തമാക്കിയത്. ഇപ്പോൾ ഇതിന്റെ സമയക്രമത്തിൽ മാറ്റമുണ്ടായ സാഹചര്യം എന്താണ്? ഗൗതം, ഇതിൻ്റെ സമയക്രമത്തിൽ ചെറിയൊരു മാറ്റമുണ്ടായത്. അതായത് 11:30-ക്കാണ് ലോഞ്ച് നിശ്ചയിച്ചിരുന്നത്. അതിപ്പോൾ 12:05-ലേക്ക് മാറ്റിയിരിക്കുകയാണ്. അത് സാങ്കേതികമായൊരു പ്രശ്നമായിരുന്നു. അതായത് നമുക്കറിയാവുന്നതാണ്, 11:30-ക്ക് ലോഞ്ച് ചെയ്യുന്നതിന് ഏതാണ്ട് 5 മിനിറ്റ് മുൻപ് 4 മിനിറ്റ് 59 സെക്കൻഡിൽ കൗണ്ട് ഡൗൺ താൽക്കാലികമായി നിർത്തിവെക്കുകയും വീണ്ടും കൗണ്ട് ഡൗൺ പുനരാരംഭിക്കുകയായിരുന്നു. ഇപ്പോൾ ഇനി 5 മിനിറ്റുകൾക്കുള്ളിൽ വിക്ഷേപണം നടക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ പുറത്തു വരികയും ചെയ്യുന്നത്. 5 മിനിറ്റിനുള്ളിൽ ലോഞ്ച് നടക്കും. 5 മിനിറ്റിൻ്റെ കൗണ്ട് ഡൗൺ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. 20 മിനിറ്റാണ് സാങ്കേതികമായി പ്രശ്നത്തെ തുടർന്ന് നീട്ടിവെക്കേണ്ടി വന്നത്. നമുക്ക് നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റേർണൽ ചെക്കിൻ്റെയും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളുടെ സ്വയം പരിശോധിക്കുന്ന ചില നീക്കങ്ങളുണ്ട്. അത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ സെൽഫ് ആക്ടിവേറ്റ് ചെയ്യുന്ന ചില നീക്കങ്ങളുണ്ടാകും. അത്തരത്തിലുള്ള നീക്കങ്ങളുടെ ഭാഗമായി സ്വയം നിയന്ത്രിക്കുന്ന സംവിധാനത്തിൻ്റെ ഭാഗമായാണ് ഈ ലോഞ്ച് നീട്ടിവെക്കുന്ന ഒരു പരിപാടി ഉണ്ടായത്. നമുക്കറിയാവുന്നതാണ്, ഗ്രൗണ്ട് സ്റ്റേഷനുകളും അതുപോലെ തന്നെ വിവിധങ്ങളായ സംവിധാനങ്ങളും എല്ലാം തന്നെ ഒരുപോലെ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നിലവിൽ റോക്കറ്റ് ലോഞ്ചിൻ്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയായി ലോഞ്ചിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 5 മിനിറ്റ് 25 സെക്കൻഡുകൾക്ക് ഉള്ളിൽ ഈ റോക്കറ്റിൻ്റെ ലോഞ്ച് നടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി നൽകാൻ സാധിക്കുന്ന സൂചന. നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിന് അഭിമാനമാകുന്ന ഈ രംഗം, അതായത് സ്വകാര്യ റോക്കറ്റ് ലോഞ്ച് രംഗം അല്പസമയത്തിനകം കുതിച്ചുയരുമെന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ. വിക്രം-1 എന്ന് പറയുന്ന മിഷൻ ആഗമൻ എന്ന് പേരിട്ടിരിക്കുന്ന സ്കൈ റൂട്ടിൻ്റെ സ്വകാര്യ റോക്കറ്റാണ് ഇപ്പോൾ വിക്ഷേപണത്തിന് ഒരുങ്ങുന്നത്. ഭാരതത്തിൽ നിന്നും ആദ്യമായാണ് ഒരു സ്വകാര്യ റോക്കറ്റ് കുതിച്ചുയരുകയും ചെയ്യുന്നത്. കേവലം 4 മിനിറ്റുകൾ, നേരത്തെ ഉണ്ടായിരുന്ന 4 മിനിറ്റ് 59 സെക്കൻഡ് നേരത്തെ ഈ കൗണ്ട് ഡൗൺ നിർത്തിവെച്ചതെങ്കിൽ ഇപ്പോൾ വീണ്ടും ആ കൗണ്ട് ഡൗൺ പോയിന്റിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു. തീർത്തും എല്ലാ സംവിധാനങ്ങളും കൃത്യമായി പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിക്ഷേപണത്തിന് സാക്ഷിയാകാൻ മുൻ ISRO ചെയർമാൻമാരായ രാധാകൃഷ്ണൻ, സോംനാഥ് തുടങ്ങിയവരും അതുപോലെ തന്നെ നിലവിലെ ചെയർമാനും എല്ലാം തന്നെ അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4 മിനിറ്റുകൾ മാത്രമാണ്, 4.5 മിനിറ്റ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി നടക്കുന്നു. ഇപ്പോൾ വെറും 4 മിനിറ്റിനുള്ളിൽ അല്പസമയത്തിനകം ലോഞ്ച് നടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോ എർത്ത് ഓർബിറ്റിലേക്ക് ചെറു സാറ്റലൈറ്റുകൾ കൃത്യമായി വിക്ഷേപിക്കുന്നതിൻ്റെ ഭാഗമായി പരീക്ഷണമായ ഒരു വിക്ഷേപണമാണ് ഇപ്പോൾ വിക്രം-1ൻ്റെ ഭാഗമായി നടക്കുന്നത്. 4 മിനിറ്റുകൾക്ക് താഴെ സമയം മാത്രമാണ് ഇനിയുള്ളത്. ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എല്ലാവരും. അധികം വൈകാതെ തന്നെ ഈ സ്വകാര്യ സംരംഭമായ റോക്കറ്റ് കുതിച്ചുയരുമെന്നാണ് നമുക്ക് നൽകാനാകുന്ന ഏറ്റവും സുപ്രധാനമായ വിവരം. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ കൗണ്ട് ഡൗണിൽ വീണ്ടും ചില സെൽഫ് ആക്ടിവേഷനുകളൊക്കെ നടന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എങ്കിലും കൗണ്ട് ഡൗണിന് തടസ്സമില്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ കൗണ്ട് ഡൗൺ ഏതാണ്ട് 3 മിനിറ്റ് 20 സെക്കൻഡിലേക്ക് കൗണ്ട് ഡൗൺ എത്തിയിരിക്കുന്നു. കൃത്യമായ കൗണ്ട് ഡൗൺ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലെ സെൽഫ് ആക്ടിവേറ്റിംഗ് സോഫ്റ്റ്വെയറെല്ലാം തന്നെ കൃത്യമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കൺട്രോൾ റൂമിലെ നേരിട്ടുള്ള ക്ലോക്കിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 3 മിനിറ്റും സെക്കൻഡുകളും 5 സെക്കൻഡുകളും മാത്രമാണ് ഇനി ലോഞ്ചിനുള്ളത് എന്നാണ്. ഈ ലോഞ്ച് നടക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 480 കിലോമീറ്റർ മാത്രം ഭൂമിയിൽ നിന്നും ഉയരമുള്ള ലോ ഓർബിറ്റിലേക്കാണ്. ഈ ലോ ഓർബിറ്റിലേക്ക് വിക്ഷേപണം നടക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ചെറു സാറ്റലൈറ്റുകൾ, അതായത് ഭാരതത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെല്ലാം തന്നെ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സാറ്റലൈറ്റുകളുടെ ലഭ്യത പൂർണ്ണമായും ഉറപ്പാക്കുന്നതിന് വേണ്ടി നിരവധിയായ സാറ്റലൈറ്റുകൾ ഇനിയും വിക്ഷേപിക്കേണ്ടി വരും. അതുപോലെ തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ഭാരതം വൻതോതിൽ മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം നമുക്കറിയാവുന്നതാണ്, ഭാരതത്തിന് എല്ലാ രംഗങ്ങളിലും വളരെയധികം വൈദഗ്ധ്യമുണ്ട്. PSLV ആകട്ടെ, GSLV ആകട്ടെ, റോക്കറ്റിൻ്റെ എല്ലാ സംവിധാനങ്ങളിലും അതിശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ലോഞ്ചിങ് ഫ്രെയിംവർക്കുള്ള, അല്ലെങ്കിൽ റോക്കറ്റ് സാങ്കേതിക വിദ്യയുടെ ഫ്രെയിംവർക്കുള്ള ഒരു രാജ്യമാണ് ഭാരതം. അതിൻ്റെ വ്യാവസായിക സാധ്യതയും അതുപോലെ തന്നെ വളരെ വലുതാണ്. ആ ഒരു സാഹചര്യത്തിൽ വൻതോതിൽ റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നതിന് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഭാരതത്തെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വിവിധ രാജ്യങ്ങളുടെ റോക്കറ്റുകൾ ഇപ്പോൾ തന്നെ നമ്മൾ വിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുള്ള സാങ്കേതിക വിദ്യ ലഭ്യമാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ജിതേന്ദ്ര സിംഗ് ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിയൊക്കെ തന്നെ വിക്ഷേപണത്തിന് സാക്ഷിയാകാൻ എത്തിയിരിക്കുന്നു എന്നതാണ്. മിനിറ്റുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. 1-2 മിനിറ്റ്, 2 മിനിറ്റിന് താഴെ മാത്രമാണ് ബാക്കിയുള്ളത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1 മിനിറ്റ് 37
35 സെക്കൻഡ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. 30 സെക്കൻഡിന് താഴെയാണുള്ളത്. അല്പസമയത്തിനകം തന്നെ റോക്കറ്റ് കുതിച്ചു വരും. റോക്കറ്റിൻ്റെ എല്ലാ സംവിധാനങ്ങളും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 350 കിലോഗ്രാമോളം പേലോഡുമായി റോക്കറ്റ് പുറപ്പെടുകയാണ് ചെയ്യുക. ലോ എർത്ത് ഓർബിറ്റിലേക്ക് 450 കിലോമീറ്റർ വരെയുള്ള ലോ എർത്തിലേക്കാണ് ഈ റോക്കറ്റിൻ്റെ ലോഞ്ച് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഐസൺ, നമുക്കതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കും വിവരണങ്ങളിലേക്കും പോകും. So we